SITക്ക് മുൻപിൽ മൊഴി നൽകിയതിനു ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തല പറഞ്ഞത് ശബരിമലയിൽ നടന്നതിന് സമാനമായുള്ള സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള ശ്രമം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നടന്നിരുന്നു എന്നത് തന്നെയാണ്. ആ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള സംഘത്തിനെ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘം അല്ലെങ്കിൽ അത്തരത്തിൽ പുരാവസ്തു കടത്ത് സംഘം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അവിടെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടന്നതുകൊണ്ട് മാത്രമാണ് അവിടെയുണ്ടായ അമൂല്യമായ നിധികളൊന്നും തന്നെ പുറം രാജ്യങ്ങളിലേക്ക് കടത്തപ്പെട്ടു പോകാതിരുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അന്താരാഷ്ട്ര ആന്റിക് സ്മഗ്ലേഴ്സിന്റെ പിന്നിലുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തെമ്പാടും ആന്റിക്സ് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, CBI അന്വേഷിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണം. അതിനുശേഷം ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഉന്നയിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടി നൽകാനാണ് അദ്ദേഹം കൂടുതൽ സമയവും ശ്രമിച്ചത്. അതിൽ തന്നെ കൃത്യമായി സോണിയാഗാന്ധിക്കെതിരെ ചിത്രങ്ങളടക്കം ഉയർത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്, അത്രയും സുരക്ഷാ സംവിധാനമുള്ള മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോകാൻ കഴിയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ സോണിയാഗാന്ധിക്ക് അടുത്തേക്കും അവർക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അവിടെയും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത്, ഈ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിക്ക് അടുത്തേക്ക് എത്തിച്ച ആളുകൾ കൃത്യമായ രീതിയിൽ ഒന്നുകൂടി അവരെ വിലയിരുത്തിയ ശേഷം കൃത്യമായ ഒരു ജാഗ്രത കൂടി പുലർത്തണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പോകുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കേസിലെ പ്രതി മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയാണ് ചെവിയിൽ. അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷക്ക് പോലും അടുത്ത് നിന്ന് ചെവി സംസാരിക്കാൻ വയ്യാത്ത മുഖ്യമന്ത്രിയാണിത്. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെവി സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ടെന്നാണോ? ഞങ്ങളാരും അത് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ അത്ര ബാലിശമായ ആരോപണമൊന്നും ഉന്നയിച്ചില്ലല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ ശബരിമലയിലെ കൊള്ളയും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവും ഒന്നും തന്നെ ചർച്ചയായില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. എന്നാൽ അത് ഉണ്ടായി എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. ഈ രീതിയിൽ തന്നെ വിശ്വസിച്ച് പോവുകയാണെങ്കിൽ ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇതേ വിശ്വാസത്തിൽ തന്നെ പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടി കേരളത്തിലെ LDF സർക്കാർ നേരിടേണ്ടി വരും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വിനോദ് മൊറാനയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.